സന്ദീപ് വചസ്പതി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സന്ദീപ്, താങ്കളുടെ ഇടപെടലിലാണ്, താങ്കൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെടണമെന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പഠിക്കണം ഈ വിഷയങ്ങളിൽ എന്ന അസംഘടിത മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കണമെന്ന ഒക്കെയുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ശക്തമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഏറെ സ്വാഗതാർഹമായ ഒരു നടപടി, ഏറെ ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ആക്രമിക്കപ്പെട്ട നിരവധി യുവതികളുണ്ട്. അവർക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം എന്നത് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കാരണം ഇത് പീഡിപ്പിച്ചവർ അല്ല എങ്കിൽ ആക്രമിച്ചവർ സിനിമാ താരങ്ങൾ ആയതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ ആരും അറിയാൻ പാടില്ല എന്ന വിചിത്രമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അടക്കമുള്ള ഗുരുതരമായ, അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ സിനിമാ സെറ്റുകളിലെ വലിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ബന്ധം. ഇപ്പോൾ നാം എല്ലാവരും ഇക്കിളിപ്പെടുത്തുന്ന കഥകളും അല്ലെങ്കിൽ സെക്സ്, വയലൻസ് ഇത്തരത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് അന്താരാഷ്ട്ര ലഹരി മാഫിയ അടക്കമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ അടക്കം ബന്ധത്തെപ്പറ്റി ഹേമ കമ്മിറ്റി പഠനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹം അറിയേണ്ടതാണ്. അത് സിനിമാക്കാരായതുകൊണ്ട് മാത്രം അവരെ ഇതിൽ നിന്നൊക്കെ മറച്ചു പിടിച്ച് ഒരു സംരക്ഷിത കവചത്തിനകത്താക്കാം എന്ന ഒരു നിലപാട് ഒരു സർക്കാരിനും സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നാം എല്ലാവരും ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്ത് നമുക്കൊക്കെ ആശങ്കയും അത്ഭുതവും തോന്നിയ ഒരു കാര്യം എന്താണ്? സാധാരണഗതിയിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുടെ വിവരങ്ങൾ മറച്ചു വെക്കുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷെ ആക്രമിച്ചു ഞങ്ങളെ ഇന്നവർ ആക്രമിച്ചു എന്ന് അവർ പറയുമ്പോൾ അവരുടെ പേരുകൾ പോലും മറച്ചു വെക്കുന്ന വിചിത്രമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത്. ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയാണ് BJP സംശയിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഉന്നതന്മാരുമായി ഒരു എന്താ പറയുന്നത് വിലപേശൽ രാഷ്ട്രീയത്തിനാണോ പിണറായി വിജയൻ സർക്കാർ തുനിയുന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇതിൽ സന്ദീപ് വചസ്പതി വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ, സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈംഗിക ചൂഷണങ്ങൾ തന്നെയാണ്, ആ ഹറാസ്മെന്റ് തന്നെയാണ്. അതിനപ്പുറം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ, തൊഴിൽ വിലക്ക് തുടങ്ങിയ കാര്യങ്ങൾ, വേതനം കൃത്യമായി ലഭിക്കാത്തത് അല്ലെങ്കിൽ തുല്യത, വേതനത്തിന്റെ കാര്യത്തിൽ തുല്യതയില്ലാത്തത് തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു നടപടി, പ്രത്യേക സംഘം ഈ കാര്യങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം എന്നൊക്കെ താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇതൊക്കെ പരിഹരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ഇടപെടലാണോ? അതിനപ്പുറം ഇവിടെ ഇപ്പോൾ BJP വലിയ രീതിയിൽ ഇതിൽ രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സമീപനം? എന്താണ് താങ്കളുടെ ലക്ഷ്യം? ഇതിനകത്ത് ഒരു രീതിയിലും രാഷ്ട്രീയം കാണാൻ താല്പര്യമില്ല. ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആക്രമിക്കപ്പെടുന്നവർ ആരായാലും, ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഇര എന്ന വാക്കാണ് ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ആ വാക്ക് ഒഴിവാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിക്കാത്തത്. എങ്കിൽ പോലും ആക്രമിക്കപ്പെട്ട ആരായാലും അത് സിനിമാക്കാരായതുകൊണ്ട് എന്താണ് അതിനകത്ത് വലിയ മാഹാത്മ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരായാലും ഒരാളെ സമൂഹം അധികാരത്തിന്റെ, കരുത്തിന്റെ, പണത്തിന്റെ ഒക്കെ പിൻബലത്തോടു കൂടി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ ശാരീരികവും മാനസികവുമായി ചൂഷണം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിലുള്ള ഏതൊരാളുടെയും കടമയാണ്. അത് സ്വാഭാവികമായി പൊതുപ്രവർത്തകൻ എന്ന നിലയിലാകുമ്പോൾ അത് ഇരട്ടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേര് വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം, അല്ലേ? അല്ല, പേര് വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ലല്ലോ. നമ്മളുടെ ആവശ്യം എന്താ? ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇവിടെ എന്ത് നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ ചില സിനിമാ താരങ്ങളായതുകൊണ്ട് എന്തെങ്കിലും ഔന്നത്യമുണ്ടെന്നോ മഹത്വമുണ്ടെന്നോ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും കുറെ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തു എന്നതുകൊണ്ടായില്ലല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് കേസെടുക്കുന്നത്? അതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരാണെന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില സ്ത്രീകൾക്ക് ധൈര്യമുണ്ടായി തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. പറഞ്ഞവരുടെ പേരിലല്ലേ നടപടി എടുത്തിരിക്കുന്നത്. സന്ദീപ്, ഇവിടെ ഇപ്പോൾ ഈ വിഷയം കോടതി പരിഗണിക്കുകയാണല്ലോ. കോടതി ഈ സമ്പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ നിലയ്ക്ക് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇല്ല എങ്കിലും ദേശീയ വനിതാ കമ്മീഷന് തുടർ നടപടികൾ സ്വീകരിക്കാമല്ലോ. ദേശീയ വനിതാ ഞങ്ങൾ അവരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും എന്ന് മാത്രമല്ല, അത് സിനിമ എന്ന് മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അസംഘടിത മേഖലയിൽ തൊഴിൽ ചൂഷണം അടക്കം അനുഭവിക്കുന്ന വനിതകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ദേശീയ വനിതാ കമ്മീഷൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യ പടിയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിളിച്ചു വരുത്താൻ ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിനോട് പ്രതികരിക്കുന്നത് എന്നത് നോക്കിയിട്ടാകും ദേശീയ വനിതാ കമ്മീഷന്റെ അടുത്ത നടപടിയിലേക്ക് അവർ കടക്കുക. എന്തായാലും കേരളത്തിൽ അവർ സിറ്റിംഗ് നടത്തും, കേരളത്തിലെ വനിതകളിൽ നിന്ന് മൊഴിയെടുക്കും. സ്വാഭാവികമായും അവർക്കും ചില നടപടികൾ സ്വീകരിക്കാൻ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിൽ സംസ്കാരത്തിൽ വ്യാപകമായ ഒരു മാറ്റം ഉണ്ടാകണം. അത് സിനിമാ മേഖലയിൽ എന്ന് മാത്രമല്ല, അസംഘടിത മേഖലയിൽ മുഴുവൻ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ഇരട്ട നീതിയുണ്ട്. നമുക്കറിയാമല്ലോ, തൊഴിലിന് തുല്യ വേതനം കിട്ടുന്നില്ല, പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള ഇടം കൊടുക്കുന്നില്ല. ലൈംഗിക ചൂഷണം എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമഗ്രമായി തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന അസമത്വത്തെയും ചൂഷണത്തെയും ഇല്ലാതാക്കുന്നതിന് ദേശീയ വനിതാ കമ്മീഷൻ പോലെയുള്ള ഒരു ബോഡിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായി അസംഘടിത മേഖലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തേടുന്നു എന്നതാണ് സന്ദീപ് വാചസ്പതി പറയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതായിരിക്കും ഏറ്റവും നിർണായകമാവുക. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.